എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൗഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു നല്ലൊരു കാര്യമല്ല, നമ്മുടെ ഒരു റംബുട്ടാൻ ഞാൻ ഈയിടെ ഒരു വീഡിയോ ചെയ്തതാണ്. കംപ്ലീറ്റ് പൊഴിഞ്ഞു പോയി. അതായത് റംബുട്ടാൻ, ചാമ്പ, അങ്ങനെയുള്ള ഒരു വകയുള്ള ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ പഴങ്ങളൊക്കെ കംപ്ലീറ്റ്, അതായത് കാലാവസ്ഥൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് വീഡിയോ ചെയ്യാനുള്ള കാരണം, ഒരുപാട് ആൾക്കാർ കോളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് റംബുട്ടാൻ പൊഴിഞ്ഞു പോയത്. അതിൽ വളപ്രയോഗത്തിൻ്റെതോ അല്ലെങ്കിൽ നമ്മുടെ ഇലകളിൽ കൊടുക്കേണ്ട മൈക്രോ ന്യൂട്രിയൻസിൻ്റെതോ ഒന്നും ഒരു പ്രശ്നമല്ല. അതായത് കാലാവസ്ഥൻ്റെ, അതായത് നമുക്ക് ഇവിടെയൊക്കെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ അതായത് മഴ തോരാത്ത മഴയാണ്. മഴ ഒരു കാരണവശാലും തോർന്നിട്ടില്ല. ഇന്നാണ് കുറച്ചൊരു വെയിൽ നമ്മൾ കണ്ടത്. ആ ഒരു മഴൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് പറിച്ചെടുക്കാൻ ഇനിയിപ്പം നമുക്കൊരു ജൂണ് പകുതിയോടുകൂടി, ജൂണ് ലാസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്കിത് പഴുത്ത് പഴമായിട്ട് കിട്ടേണ്ട ഒരു സാധനമാണ്. കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടാൽ നിങ്ങൾ ഇനി ഇത് പൊഴിയാനൊന്നും ബാക്കിയില്ല. അത്രയും, അതായത് ഇലകളിലാകാണിയും കൂടുതൽ ഞാൻ ഈ റംബുട്ടാൻ എൻ്റെ ഈ 5 വർഷം മാത്രം പ്രായമായ ഈ തൈകളിൽ റംബുട്ടാൻ ഇങ്ങനെ പിടിച്ചതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ ഭാഗങ്ങളിലും ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള കാരണം, എല്ലാവരും ഇത് വിളിച്ച് ചോദിക്കുന്നുണ്ട്, കംപ്ലീറ്റ് പൊഴിഞ്ഞു പോയി, അതിനെന്താണ് ചെയ്യേണ്ടത്, ഇതിന് ഒരു വളപ്രയോഗവും ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരുന്നത്. എൻ്റേത് തന്നെ കംപ്ലീറ്റ് എല്ലാ ഫെർട്ടിലൈസറും എല്ലാ മൈക്രോ ന്യൂട്രിയൻസും കൊടുത്ത് ഞാൻ വളർത്തിയ ഒരു ഡ്രാഗൺ അതായത് റംബുട്ടാൻ്റെ ഒരു ചെടികളാണ് ഈ കാണുന്നത്. 5 വർഷം പ്രായമായതാണിത്. ഇനി ഇതിലൊന്നും ബാക്കിയില്ല. അതുപോലെ ചാമ്പ അടിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഒന്നും ചെയ്യാനില്ല ഇതിന് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ നിങ്ങളിത് കണ്ട ദൽഹരിയുടെ ഒരു ചാമ്പയാണ് ഈ കാണുന്നത്. ഒരു ചാമ്പ മാത്രം ഇതിൻ്റെ മുകളിൽ ഇനി ബാക്കിയുണ്ട്. ഇത് മധുരമൊന്നും ഉണ്ടാവില്ല, കാരണം അങ്ങനെ മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചാമ്പക്ക് മധുരം ഉണ്ടാവില്ല. വെറും പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് ചാമ്പക്ക് ഉണ്ടാകുക. അതുപോലെ നമുക്ക് കായായതിന് ശേഷം അതിനാവശ്യമുള്ള നനകൾ മാത്രമേ ചാമ്പക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഏത് ചാമ്പയായാലും, എത്ര നല്ല ചാമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചാമ്പക്ക് മഴക്കാലത്ത് മധുരം ഉണ്ടാവില്ല. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇതിൻ്റെ തടിഞ്ഞു പോകാനൊന്നും ബാക്കിയൊന്നുമില്ല. നിലത്തിത് എവിടെ ഒരു നാരകത്തിൻ്റെ തൈ വെച്ചിട്ടുണ്ട്, അതിലൊക്കെ ഇതിൻ്റെയൊക്കെ മുകളിൽ നിന്ന് ചാമ്പ പൊഴിഞ്ഞു വീണതാണ് ഈ കാണുന്നത്. പഴുത്തിട്ട് അത് മൂപ്പത്താത്തിയാണ് ഇത് കംപ്ലീറ്റ് പൊഴിഞ്ഞു വീണിട്ടുള്ളത്. ഇതൊക്കെ കാലാവസ്ഥൻ്റെ പ്രശ്നമാണ്, അല്ലാണ്ട് ഫെർട്ടിലൈസറിൻ്റെയോ വളപ്രയോഗത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല. ഇതൊക്കെ ആദ്യം പൂവിട്ടിട്ടുണ്ട് എല്ലാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടതാണ്. ഇവിടെ ഒരു ദൽഹരിയുടെ ഒരു പ്ലാന്റ് ഉണ്ട്. കണ്ടില്ലേ, ചാമ്പയുടെ വലിപ്പം കണ്ടില്ലേ, കണ്ടോ. ഇതൊക്കെ ദൽഹരി ചാമ്പയാണ്. ഇതിൻ്റെ കളർ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇത് കിളികളാണ് എന്തോ കൊത്തിയിട്ടുണ്ട്. വലിയ ഏകദേശം ഒരു 300 ഗ്രാമോളം തൂക്കം ഉണ്ടാവും ഏകദേശം. കണ്ടില്ലേ, ഇതൊക്കെ മഴ കാരണം നമുക്ക് പൊഴിഞ്ഞു വീണ് പോയതാണ്. ഇതിനൊന്നും ഒരു വളപ്രയോഗം നമുക്കിത് ചെയ്യേണ്ട കാര്യമില്ല. കാലാവസ്ഥൻ്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ ഇത് പൊഴിഞ്ഞു വീണിട്ടില്ല. ഇത് നമ്മുടെ ഒരു കാട്ടിമൂണിൻ്റെ ഒരു പ്ലാന്റാണ് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത്. ഇത് നമുക്ക് ഏകദേശം 1-2 പ്രാവശ്യം നമുക്കിത് പൂവിടുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പ്ലാന്റാണ് നമ്മുടെ ഈ കാട്ടിമൂണിൻ്റെ ഒരു മാങ്ങ. നമ്മുടെ ഈ കാലാപ്പാടി പോലെ തന്നെ നമുക്ക് പെട്ടെന്ന്, കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ പെട്ടെന്ന് കായ്ക്കുന്ന ഒരു മാവിനം തന്നെയാണ് നമ്മുടെ ഈ കാട്ടിമൂൺ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ ഈ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് റംബുട്ടാനെ കംപ്ലീറ്റ് പൊഴിഞ്ഞു പോകുന്നത്, അതിനെന്താണ് പ്രതിവിധി, എന്ത് ഫെർട്ടിലൈസറാണ് ചെയ്യേണ്ടത്. കാരണം കായായതിന് ശേഷം നമുക്ക് റംബുട്ടാൻ ഒരു ഫെർട്ടിലൈസറും ചെയ്യാനില്ല. നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ കൃഷി ചെയ്യും പോലെ നമുക്ക് 5 പ്രാവശ്യം, ഒരു പ്രാവശ്യം മാത്രമേ പൂക്കുകയുള്ളൂ, ഒരു പ്രാവശ്യം മാത്രമേ നമുക്ക് വിളവുകൾ തരികയുള്ളൂ. പിന്നെ അതിനുശേഷം നമുക്ക് റംബുട്ടാൻ പൂക്കുകയോ കായ്ക്കുകയോ പിന്നത്തെ വർഷമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പൂക്കുന്നതിന് 2-3 മാസം മുമ്പേ നമ്മളിതിൽ ഫെർട്ടിലൈസർ, അതായത് വളപ്രയോഗം ചെയ്താൽ മാത്രമേ നമുക്ക് റംബുട്ടാൻ പൂവിടുകയും കായ്ക്കുകയും ഒക്കെ ഉള്ളൂ. അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ഈ ചാനലുണ്ട്, എന്ത് വളപ്രയോഗമാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത്രയേ നമുക്ക് റംബുട്ടാൻ ചെയ്യാനുള്ളൂ. ഇനി ഇത് പൊഴിഞ്ഞു വീണതിന് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഒരു ഫെർട്ടിലൈസറും അതിൽ ചെയ്തിട്ട് കാര്യമില്ല. അതായത് മഴയുടെ കാലാവസ്ഥയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് പൊഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനാബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇനിയൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി, നമസ്കാരം.